ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ക്വിസ് മാസ്റ്റർ RMGയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നും കുറച്ച് രസകരമായ കുസൃതി ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? തുടങ്ങിയാലോ. ചോദ്യം 1. ആയിരക്കണക്കിന് വാക്കുകളുള്ള 10 അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക്. ആയിരക്കണക്കിന് വാക്കുകളുള്ള 10 അക്ഷരമുള്ള ഇംഗ്ലീഷ് വാക്ക് ഏതാണെന്നാണ് ചോദ്യം. ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ. ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ്. ചോദ്യം 2. ടീച്ചർ മൗത്ത് വില്ലേജ് ഏതാണ് ഈ കേരളത്തിലെ സ്ഥലം? ടീച്ചർ മൗത്ത് വില്ലേജ് ഏതാണ് ഈ കേരളത്തിലെ സ്ഥലം? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ. ഉത്തരം കിട്ടിയോ? എന്താണെന്ന് നോക്കാം. ഉത്തരം ഗുരുവായൂർ. ചോദ്യം 3. ചില ജയിലുകളിൽ കാണപ്പെടുന്ന മരം ഏതാണ്? ചില ജയിലുകളിൽ കാണപ്പെടുന്ന മരം ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും മരം? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ. ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം കഴുകുമരമാണ്. ചോദ്യം 4. പച്ചക്കാട്ടിൽ തവിട്ട് കൊട്ടാരത്തിനുള്ളിൽ വെള്ളക്കൊട്ടാരം, അതിനുള്ളിൽ കൊച്ചു തടാകം. പച്ചക്കാട്ടിൽ തവിട്ട് കൊട്ടാരത്തിനുള്ളിൽ വെള്ളക്കൊട്ടാരം, അതിനുള്ളിൽ കൊച്ചു തടാകം. എന്തായിരിക്കും അത്? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ. ഉത്തരം കിട്ടിയോ? ഉത്തരം നാളികേരമാണ്. ചോദ്യം 5. എനിക്ക് തലയും വാലുമുണ്ട്, എൻ്റെ വാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. എനിക്ക് തലയും വാലുമുണ്ട്, എൻ്റെ വാൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. എന്താണത്? എന്തായിരിക്കും അത്? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ. ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം കോയിൻ ആണ്. ചോദ്യം 6. ഉടുതുണി ഇല്ലാത്തവൻ കുട ചൂടി നിൽക്കുന്നു. ഉടുതുണി ഇല്ലാത്തവൻ കുട ചൂടി നിൽക്കുന്നു. എന്താണത്? ഉത്തരം കിട്ടിയ കൂട്ടുകാരെ. ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം തെങ്ങാണ്. ചോദ്യം 7. നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിയെ തന്നെ സ്വാധീനിക്കുന്ന ഭീകരമായ പനി ഏതാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിയെ തന്നെ സ്വാധീനിക്കുന്ന ഭീകരമായ പനി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം കിട്ടിയ കൂട്ടുകാർ ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം കമ്പനിയാണ്. ചോദ്യം 8. പൂരിപ്പിക്കുക. 2 വാക്കിനും ഒരുപോലുള്ള അക്ഷരമാണ്. ഏതാണ് ആ വാക്ക്? 2 വാക്കിനും ഒരുപോലുള്ള അക്ഷരമാണ്. ഏതാണെന്ന് വാക്ക്? ഏതായിരിക്കും ആ വാക്ക്? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ. ഒരേ അക്ഷരമാണ്. പ്രേതം, പ്രേമം. ചോദ്യം 9. ഞാൻ ഒരു പോത്തിനെ 1000 രൂപയ്ക്ക് വാങ്ങി, 1800 രൂപയ്ക്ക് കൊടുത്തു. വീണ്ടും ആ പോത്തിനെ 1500 രൂപയ്ക്ക് വാങ്ങി, 2000 രൂപയ്ക്ക് കൊടുത്തു എങ്കിൽ എത്ര രൂപ ലാഭം കിട്ടി? ഞാൻ ഒരു പോത്തിനെ 1000 രൂപയ്ക്ക് വാങ്ങി, 1800 രൂപയ്ക്ക് കൊടുത്തു. വീണ്ടും ആ പോത്തിനെ 1500 രൂപയ്ക്ക് വാങ്ങി, 2000 രൂപയ്ക്ക് കൊടുത്തു എങ്കിൽ എത്ര രൂപ ലാഭം കിട്ടി? ആലോചിച്ച് നോക്കൂ കൂട്ടുകാരെ. ഉത്തരം കിട്ടിയോ? ഉത്തരം 800 രൂപ. ചോദ്യം 10. നമ്മൾ എല്ലാ ദിവസവും രുചിച്ച് നോക്കാറുണ്ട്, പക്ഷേ കഴിക്കാറില്ല. എന്താണ്? നമ്മൾ എല്ലാ ദിവസവും രുചിച്ച് നോക്കാറുണ്ട്, പക്ഷേ കഴിക്കാറില്ല. എന്താണ്? ഉത്തരം കിട്ടിയ കൂട്ടുകാരെ. ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം ടൂത്ത് പേസ്റ്റ് ആണ്. ചോദ്യം 11.
മൂന്നക്ഷരമുള്ള വാക്ക്, ആദ്യവും അവസാനവും കാക്കയുടെ കരച്ചിൽ. രണ്ടാമത്തെ അക്ഷരം ഇംഗ്ലീഷിൽ 3 എന്നർത്ഥം വരുന്ന വാക്ക്. ഞങ്ങൾ ഒന്നിച്ചാൽ മുറിവേൽക്കും. ആരാണ്? മൂന്നക്ഷരമുള്ള വാക്ക്, ആദ്യവും അവസാനവും കാക്കയുടെ കരച്ചിൽ. രണ്ടാമത്തെ അക്ഷരം ഇംഗ്ലീഷിൽ 3 എന്നർത്ഥം വരുന്ന വാക്ക്. ഞങ്ങൾ ഒന്നിച്ചാൽ മുറിവേൽക്കും. ആരാണ്? ആരായിരിക്കും കൂട്ടുകാരെ? ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടിയോ? ഉത്തരം കത്രികയാണ്. കാക്കയുടെ കരച്ചിൽ. 3. ചോദ്യം 12. തീയിലിട്ടാൽ ചടപട, വെള്ളത്തിലിട്ടാൽ കാണില്ല. തീയിലിട്ടാൽ ചടപട, വെള്ളത്തിലിട്ടാൽ കാണില്ല. എന്താണ്? എന്തായിരിക്കും കൂട്ടുകാരെ? ആലോചിച്ച് നോക്കൂ. ഉത്തരം കിട്ടിയോ? ഉത്തരം എന്താണെന്ന് നോക്കാം. ഉത്തരം ഉപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ. പുതിയ ഒരു വീഡിയോയുമായി എത്തുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.